ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ലേബറിന്ത്യയിൽ വന്ന ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഫസ്റ്റ്, കംപ്ലീറ്റ് ദ കോൺസെപ്റ്റ് മാപ്പ്. ആശയപടം പൂർത്തിയാക്കും. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ക്യാപിറ്റൽ ആർ എക്സാംപ്ലൈഡ് ബൈ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ, ഹ്യൂമൻ ക്യാപിറ്റൽ, ഫിസിക്കൽ ക്യാപിറ്റൽ ആൻഡ് നാച്ചുറൽ ക്യാപിറ്റൽ. ഫൈൻഡ് എക്സാമ്പിൾസ് ഫോർ ദോസ് ആൻഡ് കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ്. എന്താ പറഞ്ഞിരിക്കുന്നത്? വിവിധ മൂലധന രൂപങ്ങൾക്ക് ഉദാഹരണമാണ് സാമ്പത്തിക മൂലധനം, മനുഷ്യ മൂലധനം, ഭൗതിക മൂലധനം, പ്രകൃതി മൂലധനം എന്നിവ. ഇവയ്ക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തി ആശയപടം പൂർത്തിയാക്കുക. അപ്പം അവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റത്തെ ഫിനാൻഷ്യൽ മൂലധനം, അവിടെ മണി ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. അടുത്തത് ഹ്യൂമൻ ക്യാപിറ്റൽ, അപ്പം അവിടെ എന്തായിരിക്കും മക്കളെ വരിക? സ്കിൽ ആൻഡ് നോളജ് വരും. അടുത്തത് ഫിസിക്കൽ ക്യാപിറ്റലിന് മെഷീനറി, ഇൻഫ്രാസ്ട്രക്ചർ വരും. അടുത്തത് നാച്ചുറൽ ക്യാപിറ്റൽ, റിസോഴ്സസ് ആൻഡ് എൻവയോൺമെന്റ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തും. ഫസ്റ്റ്, ദ പ്രൈമറി സെക്ടർ ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് ദാറ്റ് ഡയറക്ട്ലി യൂട്ടിലൈസ് നാച്ചുറൽ റിസോഴ്സസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. അടുത്തത്, ടെറിട്ടറി സെക്ടർ ഇൻവോൾവ്സ് ആക്ടിവിറ്റീസ് ദാറ്റ് ക്രിയേറ്റ് ന്യൂ പ്രൊഡക്ട്സ് യൂസിങ് റോ മെറ്റീരിയൽ ഫ്രം ദ പ്രൈമറി സെക്ടർ. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രാഥമിക മേഖലയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മേഖലയാണ് തൃതീയ മേഖല. അടുത്തത്, the primary sector is the sector that provides support to economic activities in the secondary and tertiary sectors. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ്വിതീയ തൃതീയ മേഖലകളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. അപ്പൊ ഇതിലേതായിരിക്കും മക്കളെ ശരി വരുന്നത്? ബി വരും അല്ലേ? ടെറിട്ടറി സെക്ടർ ഇൻവോൾവ്സ് ആക്ടിവിറ്റീസ് ദാറ്റ് ക്രിയേറ്റ് ന്യൂ പ്രൊഡക്ട്സ് യൂസിങ് റോ മെറ്റീരിയൽ ഫ്രം ദ പ്രൈമറി സെക്ടേഴ്സ്. പ്രാഥമിക മേഖലയിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മേഖലയാണ് തൃതീയ മേഖല. ഇനി അടുത്തത്, പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ് നീഡഡ് ഫോർ പീപ്പിൾ. ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫാക്ട് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഗിവൺ ബിലോ ഇൻ എ ഡിസോർട്ട് മാനർ. ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ വൺ ദാറ്റ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഉൽപാദനം, ഉൽപാദന ഘടകങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ചുവടെ ക്രമരഹിതമായി നൽകിയിരിക്കുന്നു. അത് ശരിയായി ക്രമീകരിച്ചത് കണ്ടെത്തി എഴുതും. അപ്പം നമുക്കത് നോക്കാം. ഫസ്റ്റ്, യൂസസ് ഫിസിക്കൽ ആൻഡ് ഇന്റലക്ച്വൽ ലേബർ. അപ്പം അതിൻ്റെ ഏതായിരിക്കും മക്കളെ വരുക? ദ ലേബറർ വരും. നെക്സ്റ്റ്, ദ റിവാർഡ് ഫോർ ക്യാപിറ്റൽ ഇൻ പ്രൊഡക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞത് എന്തായിരിക്കും വരിക? ഇൻട്രസ്റ്റ് വരും. അടുത്തത്, ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ദാറ്റ് പ്രൊവൈഡ്സ് ദ നെസസറി ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ പ്രൊഡക്ഷൻ. അതെന്തായിരിക്കും വരിക? ഓർഗനൈസേഷൻ വരും. അടുത്തത്, എ പേഴ്സൺ ഹു ടോക്സ് ദ ലീഡർഷിപ്പ് ഇൻ ഇംപ്ലിമെന്റിംഗ് എ ന്യൂ ബിസിനസ് ഐഡിയ. അതെന്തായിരിക്കും മക്കളെ വരിക? ഓൺട്രപ്രണർ. അടുത്തത്, ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ദ ഫാക്ടർ ഇൻ വിച്ച് റെന്റ് ഈസ് ദ റിവാർഡ്. അതിന്റെ ആൻസർ എന്തായിരിക്കും വരിക? ലാൻഡ്. അപ്പൊ അതിൽ ഏതായിരിക്കും? എ, ബി, സി, ഡി. ഏതായിരിക്കും മക്കളെ വരിക? എ വരും. നെക്സ്റ്റ്, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദന ഘടകങ്ങളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ നമുക്കത് നോക്കാം. Production is the process of making goods and service needed for people. Production happens as a result of the action of several factors. The various elements that help the production are called factors of production. These are land, labor, capital and organization. ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം. നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായാണ് ഉൽപാദനം നടക്കുന്നത്. ഉൽപാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളെ ഉൽപാദന ഘടകങ്ങൾ എന്ന് വിളിക്കുന്നു. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയാണ് ഉൽപാദന ഘടകങ്ങൾ. അതിൽ നമുക്ക് ഫസ്റ്റ് ലാൻഡ് നോക്കാം. വാട്ടർ, എയർ, സൺലൈറ്റ്, സോയിൽ, മൈൻ മെറ്റീരിയൽസ് ആൻഡ് സോ ഓൺ ആർ റിഫേർഡ് ടു ആസ് ലാൻഡ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്. The nature resources from the earth's surface, atmosphere and interior are used for production. അടുത്തത് ലേബർ. The use of manpower of workers in the production process is called labor. Workers become part of the production process using their physical and intellectual capabilities. Those who get rewarded for their work are considered as laborers.
Next, capital. The production process of any product requires capital. Capital refers to the wealth and resources used to produce goods and service. Factories, buildings, machineries, raw materials, vehicle, computers, and wage for workers are all parts of capital. Next, organization. Organization is the coordination of factors of production such as land, labor, and capital. Those who work for this are known as organizers or entrepreneurs. Forming a new business idea, raising the necessary capital, and implementing that idea are part of organization. Next, question 3 has internal choice 3A, 3B. Write any one completely. മൂന്നാമത്തെ ചോദ്യത്തിന് 3A, 3B എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് പൂർണ്ണമായി എഴുതിയാൽ മതിയാകും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫയർ ആൻഡ് അയൺ ഏർലി ഹ്യൂമൻ സ്റ്റാർട്ടഡ് ആൻ അഗ്രികൾച്ചറൽ സിവിലൈസേഷൻ. തീയുടെയും ഇരുമ്പിന്റെയും സഹായത്തോടെ ആദിമ മനുഷ്യൻ കാർഷിക സംസ്കാരത്തിന് തുടക്കമിട്ടു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? നമുക്ക് നോക്കാം. ഏർലി ഹ്യൂമൻസ് ക്ലിയർഡ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ ബൈ ബേണിംഗ് ഫോറസ്റ്റ് ആൻഡ് സ്ട്രബ്. കാടും പടലും ചുട്ടു ആദിമ മനുഷ്യൻ കൃഷിക്ക് നിലമൊരുക്കി. വൈഡ് സ്പ്രെഡ് കൾട്ടിവേഷൻ ലെഡ് ടു സർപ്ലസ് പ്രൊഡക്ഷൻ. വ്യാപകമായ കൃഷി മിച്ചോൽപാദനത്തിന് വഴിതെളിച്ചു. അടുത്തത് ദേ സ്റ്റാർട്ടഡ് സ്റ്റോറിംഗ് ദ എക്സസ് പ്രൊഡക്ട്സ് ആൻഡ് ലേറ്റർ എക്സ്ചേഞ്ചിങ് ഇറ്റ്. അധികം വന്ന ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാനും പിന്നീട് കൈമാറാനും ആരംഭിച്ചു. അടുത്തത് ഓൺലി ഫുഡ് ഐറ്റംസ് വെർ യൂസ്ഡ് ഫോർ എക്സ്ചേഞ്ച്. കൈമാറ്റത്തിന് ഭക്ഷ്യവസ്തുക്കൾ മാത്രമാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും മക്കളെ ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? ഓൺലി ഫുഡ് ഐറ്റംസ് വെർ യൂസ്ഡ് ഫോർ എക്സ്ചേഞ്ച്. കൈമാറ്റത്തിന് ഭക്ഷ്യവസ്തുക്കൾ മാത്രമാണ് ഉപയോഗിച്ചത്. ഇനി നമുക്ക് മൂന്നാമത്തേലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. As a consumer, categorize the facts given below into a table under rights and duties. ഉപഭോക്താവ് എന്ന നിലയിൽ ചുവടെ ചേർത്തിട്ടുള്ള വസ്തുക്കളെ അവകാശങ്ങൾ, കടമകൾ എന്നിങ്ങനെ പട്ടികയിൽ ക്രമീകരിച്ചെഴുതുക. ആഫ്റ്റർ സെയിൽ സർവീസ് ഓഫ് എൻ ഇലക്ട്രോണിക് ഡിവൈസ്. ഇലക്ട്രോണിക് ഉപകരണത്തെ വിൽപ്പന സേവനം. MRP. ചെക്കിംഗ് ദ MRP പരിശോധന. അടുത്തത് ക്വാളിറ്റി ഗുഡ്സ്. ഗുണമേന്മയുള്ള സാധനങ്ങൾ. ചെക്കിംഗ് ദ എക്സ്പയറി ഡേറ്റ്. കാലഹരണ തീയതി പരിശോധിക്കാം. നെക്സ്റ്റ് ക്വാളിറ്റി കമർഷ്യേറ്റ് വിത്ത് ദ എമൗണ്ട് പെയ്ഡ്. നൽകുന്ന തുകയ്ക്ക് അനുസൃതമായ അളവ്. നെക്സ്റ്റ് കംപ്ലൈൻറ്റ് ഇഫ് ക്വാളിറ്റി ഈസ് പുവർ. ഗുണമില്ലെങ്കിൽ പരാതി. ഫസ്റ്റ് റൈറ്റ്സ് നോക്കാം. ആഫ്റ്റർ സെയിൽ സർവീസ് ഓഫ് എൻ ഇലക്ട്രോണിക് ഡിവൈസ്. ക്വാളിറ്റി ഗുഡ്സ്. ക്വാളിറ്റി കമർഷ്യേറ്റ് വിത്ത് എൻ എമൗണ്ട് പെയ്ഡ്. നെക്സ്റ്റ് ഡ്യൂട്ടീസ്. ചെക്കിംഗ് ദ MRP. ചെക്കിംഗ് ദ എക്സ്പയറി ഡേറ്റ്. കംപ്ലൈൻറ്റ് ഇഫ് ക്വാളിറ്റി ഈസ് പുവർ. നെക്സ്റ്റ് നമുക്ക് ഓർ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിക്ചർ 1, പിക്ചർ 2. Write what these images related to the life of early humans indicate. ആദിമ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള ഈ ചിത്രങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് എഴുതുക. അപ്പം നമുക്കത് നോക്കാം. മക്കൾ രണ്ട് പിക്ചർ നോക്കിയ പിക്ചറിൽ മക്കൾക്ക് നോക്കിയിട്ട് മനസ്സിലാവുന്നത് ആദ്യത്തെ പിക്ചറിൽ ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണം അല്ലേ, ദ മേക്കിംഗ് ഓഫ് വെപ്പൺസ് ആൻഡ് ടൂൾസ്. രണ്ടാമത്തെ ചിത്രത്തിലോ ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ അല്ലേ, കൃഷിയുടെ വ്യാപനം. അടുത്തത് analyze the above pictures and prepare a note on the evolution of human society from agriculture to trade and industry. എന്താ പറഞ്ഞിരിക്കുന്നത്? മേൽ ചിത്രങ്ങൾ വിശകലനം ചെയ്ത് കൃഷിയിൽ നിന്നും വ്യാപാര വ്യവസായത്തിലേക്കുള്ള മനുഷ്യ സമൂഹത്തിന്റെ പരിണാമത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്കത് നോക്കാം. The use of the fire and the discovery of iron marked the beginning of agricultural production for humans. They manufactured improved iron tools, cleared forests, burned shrub and thickets, and prepared the land necessary for cultivation. Subsequently, agriculture began, which led to surplus production. The excess food items were started to be stored for future use and later exchanged with those in need. Initially, exchange took place only in local markets or bazaars. When these exchange later started happening on a large scale, transcending boundaries, trade was initiated. In this large-scale trade, not only food items but also handicraft, textile, species, mental object, and everything else necessary for human social life began to the mutually exchange. Simultaneously, silver and gold coins started to be used as a medium of exchange. This later paved the way for the currency systems. This led to the information of large commercial സെൻറ്റേഴ്സ് ആൻഡ് സിറ്റീസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? തീയുടെ ഉപയോഗം, ഇരുമ്പിൻ്റെ
കണ്ടെത്തൽ എന്നിവ തുടങ്ങിയതോടെ മനുഷ്യൻ കാർഷിക ഉൽപാദനത്തിന് തുടക്കം കുറിച്ചു. മെച്ചപ്പെട്ട ഇരുമ്പ് ആയുധങ്ങൾ നിർമ്മിക്കുകയും കാട് വെട്ടിത്തെളിച്ച് കാടും പടലുമൊക്കെ ചുട്ട് കൃഷിക്കാവശ്യമായ നിലം ഒരുക്കി തുടർന്ന് കൃഷി ആരംഭിക്കുകയും ഇത് മിച്ചോൽപാദനത്തിന് വഴി തെളിയിക്കുകയും ചെയ്തു. അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ ഭാവിയിലെ ഉപയോഗത്തിന് സൂക്ഷിച്ചു വയ്ക്കാനും പിന്നീട് ആവശ്യക്കാർക്ക് കൈമാറാനും ആരംഭിച്ചു. ആദ്യകാലത്ത് പ്രാദേശികമായി മാത്രം ചന്തകളിലും അങ്ങാടികളിലും നടന്നിരുന്ന കൈമാറ്റങ്ങൾ പിന്നീട് വലിയ തോതിൽ ദേശങ്ങൾ കടന്നും ആരംഭിച്ചതോടെ വ്യാപാരത്തിന് തുടക്കം കുറിച്ചു. ഇത്തരത്തിലുള്ള വലിയ വ്യാപാരത്തിൽ ഭക്ഷ്യവസ്തുക്കൾ മാത്രമല്ല മറിച്ചു കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ലോഹങ്ങളിൽ തീർത്ത വസ്തുക്കൾ തുടങ്ങി മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിന് ആവശ്യമായതെന്തും പരസ്പരം കൈമാറാൻ തുടങ്ങി. അതോടൊപ്പം വെള്ളിയിലും സ്വർണത്തിലുമുള്ള നാണയങ്ങൾ വിനിമയ മാധ്യമമായി ഉപയോഗിച്ചു തുടങ്ങി. ഇത് പിന്നീട് കറൻസി സംവിധാനത്തിലേക്ക് വഴിതെളിച്ചു. ഇങ്ങനെ വൻകിട കച്ചവട കേന്ദ്രങ്ങളും നഗരങ്ങളും രൂപം കൊണ്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്യുറേറ്റ്ലി ഫിൽ ഇൻ ദ നെയിംസ് ഓഫ് ദ കോണ്ടിനെന്റ്സ് ഓൺ ദ ഗിവൺ മാപ്പ്. കോണ്ടിനെന്റ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് മക്കൾക്ക് അറിയുന്നതാണ്. ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് നോക്കി നല്ലോണം പഠിച്ചു വെക്കുക. അപ്പോൾ ഇതേപോലെയാണ് അതിൻ്റെ ആൻസർ വരിക. നെക്സ്റ്റ്, ഹ്യൂമൻ സെക്യൂർ കൾച്ചർ ത്രൂ ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ. സാമൂഹീകരണ പ്രക്രിയയിലൂടെയാണ് മനുഷ്യൻ സംസ്കാരം ആർജിക്കുന്നത്. ഫൈൻഡ് ദ ഇന്റേണൽ ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു കൾച്ചറൽ ചേഞ്ച് ഫ്രം ദ ഫോളോയിങ്. ചുവടെ ചേർത്തിട്ടുള്ളതിൽ സാംസ്കാരിക മാറ്റവുമായി ബന്ധപ്പെട്ട ആന്തരിക ഘടകങ്ങൾ കണ്ടെത്തി എഴുതുക. എൻവിറോൺമെന്റൽ ചേഞ്ചസ്, കൾച്ചറൽ ഡിഫ്യൂഷൻ, എക്സ്പ്ലോറേഷൻ, കൾച്ചറൽ ഇന്നോവേഷൻ, കൾച്ചറൽ അസിമിലേഷൻ. പാരിസ്ഥിതിക വ്യതിയാനം, സാംസ്കാരിക വ്യാപനം, അന്യസംസ്കാരം ആർജിക്കൽ, സാംസ്കാരിക നവീകരണം, സാംസ്കാരിക സ്വാംശീകരണം. അപ്പോൾ ഏതിലായിരിക്കും മക്കളെ? കൾച്ചറൽ ഡിഫ്യൂഷൻ, cultural assimilation. Next, add necessary information to the discussion on how the development of new media influenced our cultural aspects like food and clothing. നവമാധ്യമങ്ങളുടെ വികാസം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായ ഭക്ഷണം, വസ്ത്രം എന്നിവയെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്ന വിഷയത്തിൽ നടക്കുന്ന ചർച്ചയിലേക്കുള്ള ആവശ്യമായ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുക. ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ഡ്രസ്സിംഗ് സ്റ്റൈൽ ഷെയർഡ് ത്രൂ മീഡിയ ആർ വൈഡ്ലി ഡിസ്കസ്. മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കപ്പെടുന്ന ഭക്ഷണ രീതി, വസ്ത്രധാരണം എന്നിവ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നു. നെക്സ്റ്റ്, ന്യൂസ് അബൌട്ട് ദ എവർ ചേഞ്ചിങ് വേൾഡ് ഓഫ് ഫാഷൻ ഈസ് ഫസ്റ്റ് ഷെയർഡ് ത്രൂ ന്യൂ മീഡിയ. എന്താ പറഞ്ഞിരിക്കുന്നത്? അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഫാഷൻ ലോകത്തെക്കുറിച്ചുള്ള വാർത്തകൾ ആദ്യം പങ്കുവയ്ക്കപ്പെടുന്നത് നവമാധ്യമങ്ങളിലൂടെയാണ്. അടുത്തത്, ന്യൂ മീഡിയ ഇൻഫ്ലുവൻസ് എവരി വൺ ഈക്വലി. നവമാധ്യമ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരെയും ഒരേപോലെ സ്വാധീനിക്കുന്നു. നെക്സ്റ്റ്, പീപ്പിൾ ഇമിറ്റേറ്റ് ന്യൂ മീഡിയ എക്സ്പീരിയൻസ് ഇൻ ദർ ഓൺ ലീവ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നവമാധ്യമ അനുഭവങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിണേഴ്സ് were divided into 5 based on geographical features. ഭൂമിശാസ്ത്ര സവിശേഷതകൾ അനുസരിച്ച് തിണകളെ 5ആയി തരംതിരിച്ചിരിക്കുന്നു. ഫൈൻഡ് ദ ഇൻകറക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ തിനാസ് ഫ്രം ദ ഫോളോയിങ്. ചുവടെ ചേർത്തിട്ടുള്ളതിൽ തിണകളുടെ സവിശേഷതകൾ ശരിയല്ലാത്തത് കണ്ടുപിടിക്കുക. ഫസ്റ്റ്, ദ കോസ്റ്റൽ റീജിയൻ വാസ് നോൺ ആസ് നെയ്തൽ. തീരപ്രദേശം നെയ്തൽ എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ്, അഗ്രികൾച്ചറൽ ഫീൽഡ്സ് വേർ നോൺ ആസ് പാലൈ. വയൽപ്രദേശം പാലൈ എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ്, ഗ്രാസ് ലാൻഡ്സ് ആൻഡ് ബഷസ് ആർ നോൺ ആസ് മുല്ലൈ. പുൽമേടുകൾ, കുറ്റിക്കാടുകൾ എന്നിവ മുല്ലൈ എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ്, ഫോറസ്റ്റ് ആൻഡ് മൗണ്ടൻസ് വേർ നോൺ ആസ് കുറിഞ്ചി. കാടും മലകളും കുറിഞ്ചി എന്നറിയപ്പെടുന്നു. അപ്പോൾ ഏതായിരിക്കും മക്കളെ ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? രണ്ടാമത്തെ ഇല്ലേ, അഗ്രികൾച്ചറൽ ഫീൽഡ്സ് വേർ നോൺ ആസ് പാലൈ, അത് വരും. നെക്സ്റ്റ്, റൈറ്റ് ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഫോർ ദ ഫോളോയിങ് ടൈറ്റൻസ് ഇൻ ദ കറസ്പോണ്ടിങ് കോളംസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ചുവടെ ചേർത്തിട്ടുള്ള തിണകളിലെ ഉപജീവന മാർഗം ബന്ധപ്പെട്ട കോളങ്ങളിൽ എഴുതുക. നമുക്കത് നോക്കാം. നെയ്തൽ, ഫിഷിംഗ് ആൻഡ് സാൾട്ട് എക്സ്ട്രാക്ഷൻ. പാലൈ, റോബറി ആൻഡ് പ്ലണ്ടർ. മുല്ലൈ, കാറ്റിൽ റിയറിംഗ്. കുറിഞ്ചി, കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, ഹണ്ടിങ്. മരുതം, അഗ്രികൾച്ചർ. നെക്സ്റ്റ് ഓർ ക്വസ്റ്റ്യൻ ആണ്, അത് നമുക്ക് നോക്കാം. The disintegration of the Perumals paved the way for a new political situations. പെരുമാക്കാരുടെ ശിഥിലീകരണം പുതിയൊരു രാഷ്ട്രീയ സാഹചര്യത്തിന് വഴിയൊരുക്കി. പ്രിപ്പയർ എ നോട്ട് ഓൺ വാട്ട് ദിസ് ന്യൂ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വാസ്. ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു എന്നൊരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്കത് നോക്കാം. ദ പെരുമാൾസ് റൂൾ ബിഗൻ ടു disintegrate at the beginning of the 12th century. That led to the new political system. The Nadus that were part of the Perumal's kingdom later came to be known as Naduvari Sorubams, and these were under the control of the Naduvaris. Sorubams were self-governing regions that excited based on the Marumakkatayam system. Joint families based on the Marumakkatayam system controlled the Sorubams. Marumakkatayam was a system by which right of inheritance was passed to the sons of the sister in the family. എന്താ പറഞ്ഞിരിക്കുന്നത്?
12-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെയാണ് പെരുമാക്കാരുടെ ഭരണം ശിഥിലമാകുന്നത്. ഇത് പുതിയൊരു രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് വഴിതെളിയിച്ചു. പെരുമാക്കാരുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പല നാടുകളും സ്വതന്ത്രമാകുകയും അവ നാടുവാഴികളുടെ കീഴിൽ നാടുവാഴി സ്വരൂപങ്ങൾ എന്നറിയപ്പെടുകയും ചെയ്തു. മരുമക്കത്തായ സമ്പ്രദായം അടിസ്ഥാനപ്പെടുത്തിയുള്ള സ്വയംഭരണ പ്രദേശങ്ങൾ ആയിരുന്നു സ്വരൂപങ്ങൾ. മരുമക്കത്തായത്തെ അടിസ്ഥാനമാക്കിയുള്ള കൂട്ടുകുടുംബങ്ങൾ ആയിരുന്നു സ്വരൂപങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. പിന്തുടർച്ചാവകാശം സഹോദരിയുടെ മക്കൾക്ക് കൈമാറുന്ന രീതിയായിരുന്നു മരുമക്കത്തായത്തിൽ നിലനിന്നിരുന്നത്. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ നാടുവാഴി സ്വരൂപം. അതിൽ തെറ്റായത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് നോക്കാം. ഫസ്റ്റ്, പെരുമടമ്പ് സ്വരൂപം വാസ് ലേറ്റർ നോൺ ആസ് ദ കൊച്ചി റോയൽ ഫാമിലി. പെരുമടമ്പ് സ്വരൂപം പിൻകാലത്ത് കൊച്ചി രാജവംശം എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ്, തൃപ്പാപ്പൂർ സ്വരൂപം വാസ് നോൺ ആസ് വേണാട്. തൃപ്പാപ്പൂർ സ്വരൂപം വേണാട് എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ്, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് നെടിയുറപ്പ് സ്വരൂപം വാസ് കണ്ണൂർ. നെടിയുറപ്പ് സ്വരൂപത്തിന്റെ ആസ്ഥാനം കണ്ണൂർ ആയിരുന്നു. നെക്സ്റ്റ്, സാമൂതിരി ടുക്ക് അപ്പ് ദ പൊസിഷൻ ഓഫ് രക്ഷപുരുഷ ഓഫ് ദ മാമാങ്കം ഫെസ്റ്റിവൽ. മാമാങ്കത്തിന്റെ രക്ഷപുരുഷ സ്ഥാനം സാമൂതിരി ഏറ്റെടുത്തു. അപ്പൊ ഇതിൽ ഏതായിരിക്കും മക്കളെ റോങ് ആയിട്ടുള്ള ആൻസർ വരിക? ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് നെടിയുറപ്പ് സ്വരൂപം വാസ് കണ്ണൂർ. നെടിയുറപ്പ് സ്വരൂപത്തിന്റെ ആസ്ഥാനം കണ്ണൂർ ആയിരുന്നു. അതായിരിക്കും തെറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് സോഷ്യൽ സയൻസിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും നോക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.